സുശീല എന്താ ചെയ്തതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അവര് സത്യന്റെ ഇന്ദ്രന്റെ ഇടയിൽ നിന്ന് കളിക്കുക. എങ്കിലത് സത്യന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിവരമില്ലാത്ത ആളൊന്നും അല്ലല്ലോ സത്യേട്ടൻ. എല്ലാം സ്വയം മനസ്സിലാക്കി എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയാ അപ്പൊ വന്നാ മതി. അങ്ങനല്ല മോളെ, ഇത് നിന്റെ ജീവിതം. ആവശ്യമില്ലാത്ത വാശി കാരണം നമുക്ക് നഷ്ടങ്ങളല്ലാതെ ലാഭമൊന്നും ഉണ്ടാവില്ല. അത് നീ മറന്നു പോരുത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിന്റെ അച്ഛനാ സത്യൻ. എന്ന് കരുതി അവര് പറയുന്ന എല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂ? അമ്മയെക്കുറിച്ച് ആ വീട്ടില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യേട്ടൻ തന്നെയാ. എന്നിട്ടും അവരുടെ കള്ളവാക്കുകൾ വിശ്വസിക്കാൻ സത്യേട്ടൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം സ്വയം മനസ്സിലാക്കി സത്യേട്ടൻ തിരിച്ചു വരുന്നതുവരെ ആരും ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. ഇവളിങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? എനിക്കറിയില്ല. സുശീല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മോളുടെ വയറ്റിൽ വളരുന്ന സത്യന്റെ കുഞ്ഞാണെന്നാ സുശീല ഇപ്പൊ പറയുന്നത്. എന്റെ ദൈവമേ, എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോടെയാ സുശീല ഇപ്പൊ നീങ്ങുന്നത്. നമ്മൾ സൂക്ഷിക്കണം പ്രഭേ. ഇതെന്താ ഉണ്ണിക്കുട്ടനോട് അനിതയിടത്തി കൊണ്ടുവരാന്ന് പറഞ്ഞു? സാധാരണ അതാണോ പതിവ്? ഉണ്ണിക്കുട്ടൻ അനിതേട്ടന്റെ മുറിയിൽ ഉറങ്ങിയ അവരാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? സാധാരണ ഉണ്ണിക്കുട്ടൻ ഉറങ്ങുന്നത് ഇവിടെയല്ല, അനിതയിടത്തിയുടെ കൂടെ. ഇന്ന് അവന്റെ അമ്മയായ നീ വന്നതുകൊണ്ടാ അവന് നമ്മുടെ കൂടെ ഈ മുറിയിൽ കിടത്താന്ന് ഞാൻ വിചാരിച്ചത്. എന്നാലേ നിങ്ങളുടെ മോന് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യവുമില്ല. അവൻ അനിതാമ്മ മതിയത്രേ. എന്റെ മോനെ കൊണ്ട് ആരാ അനിതാമ്മയെന്ന് വിളിപ്പിച്ച് പഠിപ്പിച്ചത്? നിങ്ങളാണോ? ആ ചോദ്യത്തിന് അർഹമായ മറുപടി തരാൻ എനിക്കറിയാൻ തയ്യേ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ. ആ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല. നമ്മുടെ മകന് പഠിക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ല. കുട്ടികൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന വാക്ക് അമ്മയെന്നോ അച്ഛനോ എന്നാണ്. അവരത് പലപ്പോഴും വിളിച്ചു തുടങ്ങുന്നത് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ആയിരിക്കും. എന്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണോ ശബരേട്ടന്റെ ശ്രമം? എന്റെ സ്വഭാവം സഹിക്കാൻ പറ്റുന്നില്ലെന്നും ഞാൻ സ്വന്തം മകനെ പോലും മറന്ന് തന്നിഷ്ടത്തിന് ജീവിക്കാണെന്നൊക്കെ നിങ്ങൾ അനുചേച്ചിയോട് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടിയ നിങ്ങൾ വലിയ മഹാനായി മാറുമെന്നാണോ നിങ്ങളുടെ വിചാരം? അതോ എന്നെ ഒഴിവാക്കി വേറെ വല്ല പെണ്ണിന്റെ പുറകെ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങളോട് മാത്രമല്ലേ പറയുന്നുള്ളൂ, വേറെ ആരോടും പോയി പറയുന്നില്ലല്ലോ. ഞാൻ നിന്നെ കുറിച്ച് നിന്റെ അച്ഛനെ അറിയിക്കേണ്ട കാര്യങ്ങളാ അനുചേച്ചിനോട് പറഞ്ഞത്. അച്ഛനോട് പറഞ്ഞ ആ മനുഷ്യൻ തകർന്നു പോകുന്നു തോന്നിയതുകൊണ്ട് കുടുംബത്തിനോട് ഉത്തരവാദിത്വമുള്ള മറ്റൊരാളെ അറിയിച്ചു. ആർക്കും അടങ്ങാതെ നീ ഇനിയും സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന എനിക്ക് അതിലുള്ള വിയോജിപ്പ് നിന്റെ അച്ഛനെ തന്നെ എനിക്ക് അറിയിക്കേണ്ടതായിട്ട് വരും. വിയോജിപ്പ് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുണ്ട്. ഈ വീടുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെന്ന് പണ്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. അത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരല്ലേ മറ്റെന്തിനേക്കാളും വലുത്. അപ്പോ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിലെന്താ തെറ്റ്? ഇത്തവണ നീ പോയത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? സത്യത്തിൽ നീ അങ്ങോട്ട് പോകുന്നത് അവിടെ ഉള്ളവരുടെ സ്വസ്ഥത കൂടി കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ദയേ? ഇനി അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ വീട്ടിൽ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാ
അത് ഞാൻ പരമാവധി പരിഹരിച്ചു തരാം. എനിക്ക് ഈ വീടേ പ്രശ്നം. ഈ വീട് വിട്ട് ശബരേട്ടന് എന്നെ മോനെ കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പറ്റുമോ? പറ്റുമോന്ന്? എങ്കിൽ ശബരേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞാനും ശ്രമിക്കാം. അല്ലാതെ ഭാര്യയുടെ ആഗ്രഹവും അഭിപ്രായവും ചവിട്ടി തേച്ച് ഭർത്താവ് മാത്രം വലിയ ആളാവാൻ നോക്കണ്ട. ദയയുടെ അടുത്ത് അത് നടക്കില്ല. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അപ്പുറത്തൊക്കെ നോക്കിയല്ലോ. നാളെ കുഞ്ഞുങ്ങളെ കൂടെ കിട്ടിയോ പിന്നെ സമാധാനായി. അയാള് മക്കളെ നാളെ തന്നെ ഇവിടെ എത്തിക്കുമെന്നാ അനുചേച്ചി പറഞ്ഞു. സത്യം പറഞ്ഞാ അവരൊപ്പം ഇല്ലാഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. നീ എന്താ മോളെ ആലോചിക്കുന്നെ? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞു. അല്ല, നിന്റെ മനസ്സ് ഇവിടെ എങ്ങും അല്ല. ആ ആ ചേച്ചി, നിങ്ങൾക്ക് രണ്ടാൾക്കും കുടിക്കാനുള്ള വെള്ളം ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട്. അതെന്തിനേച്ചി എടുത്തു വെച്ച്? ഞാൻ വന്നെടുക്കുമായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, നിങ്ങൾ രണ്ടുപേരും ആ മുറി ഉപയോഗിച്ചോ. നാളെ മക്കളൂടി വന്നാ അതാവും സൗകര്യം. അപ്പോ ചേച്ചി മോനും എവിടെ കിടക്കും? ആ, ഞാനും മോനും ഭാനുമ്മയുടെ കൂടെ അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം. ഞങ്ങള് വന്നത് ചേച്ചിക്കൊരു ബുദ്ധിമുട്ടായല്ലേ? നീ എന്തൊക്കെയാ ചേരുവി പറയുന്നത്? നിങ്ങൾ എങ്ങനെയാ എനിക്കൊരു ബുദ്ധിമുട്ടാവുന്നേ? നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഹർഷ മകൈരം. ഇന്ദ്രന്റെ കുഞ്ഞമ്മയാ മോളെ ആ വരുന്നത്. വാ. ആ, ഇതാരാ?